ഹായ്, എല്ലാവർക്കും സൈലം BSCയുടെ യൂട്യൂബ് സെക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പഠനമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ വരുന്ന ശനിയാഴ്ച വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം കൂടിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 1-2 കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് നോക്കിയിട്ട് പോകാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാം സ്വാഗതം ചെയ്യുന്നു. അതിൽ ആദ്യ ചോദ്യം എന്താണെന്ന് നോക്കിയോ, 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആര് എന്നുള്ളതാണ്. അല്ലെ, 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞിരിക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വിയ്യപുരം ചുണ്ടനാണ് ജേതാക്കള്. ഒന്ന് നോക്കി വെച്ചോളുക. കഴിഞ്ഞ പ്രാവശ്യം 2024 മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് വിയ്യപുരം ചുണ്ടൻ എന്ത് ചെയ്യുന്നത്, മെഡൽ നഷ്ടമായി എന്നുള്ളതായിരുന്നു. അപ്പൊ 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാന്ന് ചോദിക്കണമെങ്കിൽ ആരാണ്, അത് വിയ്യപുരം ചുണ്ടനാണ്. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, ഭാഗ്യചിഹ്നം എന്നാണ്. ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ കളിവെള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. അത് ഇമ്പോർട്ടന്റാ. ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ കളിവെള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന് പറയുന്ന കാക്കത്തമ്പുരാട്ടിയാണ് ഭാഗ്യചിഹ്നം. അല്ലെ, എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2ാമത്തെ ശനിയാഴ്ചയായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു എങ്കിൽ പക്ഷേ ഇപ്രാവശ്യം 2025 ഓഗസ്റ്റ് മാസം 30ാം തീയതിയായിരുന്നു നടന്നു എന്നുള്ളതായിരുന്നു. ഇതിൽ നമ്മൾ എന്ന് നമുക്കൊരു ഇതിനകത്തൊരു GK ആയിട്ട് ചോദിക്കാം. അല്ലെ, ഏത് കായലിൽ നടന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, അത് പുന്നമടക്കായലിൽ. 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. വിയ്യപുരം ചുണ്ടൻ വിജയിക്കുന്നു. എന്നാണ് ഭാഗ്യചിഹ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ കളിവെള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന് പറയുന്ന കാക്കത്തമ്പുരാട്ടിയാണ്. ഏത് കായലെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പുന്നമടക്കായലാണ്. ഇനി വിയ്യപുരം ചുണ്ടന് വേണ്ടി തുഴഞ്ഞത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. പഠിച്ചു വെച്ചോ, കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. മുന്നേയൊക്കെ പഠിച്ചതാണ്. ഇതൊരു റിവ്യൂസ് ചെയ്യുന്നതായിട്ടൊന്ന് നോക്കിയാൽ മതി. കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ 3ാമത്തെ വിജയവും വിയ്യപുരം ചുണ്ടന്റെ 2ാമത്തെ വിജയവും കൂടിയാണ്. അതും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ 3ാമത്തതും വിയ്യപുരം ചുണ്ടന്റെ 2ാമത്തെ വിജയം കൂടിയാണ് ഈ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനം 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആര് വിജയിച്ചിരിക്കുന്നു, വിയ്യപുരം ചുണ്ടൻ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. അല്ലെ, ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരം കൂടിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു. അല്ലെ, 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് 2025 പ്രഖ്യാപിച്ചു. ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ നടൻ മോഹൻലാലിന് ലഭിച്ചു എന്നുള്ളതായിരുന്നു. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് മനസ്സിൽ വന്നു ആൻസർ അടൂർ ഗോപാല കൃഷ്ണനാണ്. അല്ലെ, എന്നാൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളം നടൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മോഹൻലാലിനാണ്. രണ്ടും മാറരുത്. ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ 2004 അടൂരിന് ലഭിച്ചു. ആദ്യ മലയാള നടൻ ആരെന്ന് ചോദിച്ചാൽ അത് മോഹൻലാലാണ്. 2023 പുരസ്കാരമാണ് 2025 പ്രഖ്യാപിച്ചു എന്നുള്ളതായിരുന്നു. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അല്ലെ മോഹൻലാലിന് കൊടുത്തു. 2 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും 6 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും നേടിയ വ്യക്തിയാണ് ലാലേട്ടൻ. 6 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും 2 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയിരിക്കുന്ന വ്യക്തിയും കൂടിയാണ് മോഹൻലാൽ എന്ന് പറയുന്നു. 91 ഭരതത്തിനും 99 വാനപ്രസ്ഥത്തിനും എന്ത് ചെയ്യുന്നു, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. അപ്പോ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചാൽ എഴുതുക തന്നെ വേണം. ഒന്നുകിൽ വയലാർ പുരസ്കാരം അല്ലെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം. ഇമ്പോർട്ടന്റാ. 2025 49ാമത് വയലാർ പുരസ്കാരം ജേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷ് കുമാർ ആണ്. 2025 49ാമത് വയലാർ പുരസ്കാരം ജേതാവ് ആരാണ്, സന്തോഷ് കുമാർ. സന്തോഷ് കുമാറിന്റെ ഏത് കൃതിക്ക് കൊടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ തപോമയുടെ അച്ഛൻ. അല്ലെ, തപോമയുടെ അച്ഛൻ. തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതി ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നോവൽ വിഭാഗത്തിലാണ്. അല്ലെ, നോവൽ വിഭാഗത്തിൽ വരുന്നു. വയലാർ പുരസ്കാരം നൽകി തുടങ്ങുന്നത് 1977 നമ്മൾ പഠിച്ചു. നിലവിലെ സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. വയലാർ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അത് ലളിതാംബിക അന്തർജനമാണ്.
ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ അഗ്നിസാക്ഷി, ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിന് കൊടുത്തു. അങ്ങനെ 49ാമത് വയലാർ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കാണ്? ഈ സന്തോഷ് കുമാർ. ഏത് കൃതിക്കാണ് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അത് തപോമയുടെ അച്ഛൻ എന്ന് പറയുന്നതാണ്. അത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നോവൽ വിഭാഗത്തിൽ വരുന്നു. എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെ, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുന്നത് 1993 എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുമ്പോൾ സമ്മാനത്തുക 1 ലക്ഷമായിരുന്നു. നിലവിൽ എത്ര? 5 ലക്ഷം. എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവന കൃതിയാണ്. ഒരു കൃതിക്ക് പ്രത്യേകമായിട്ട് നൽകുന്നതല്ല, സമഗ്ര സംഭാവന കൃതിയും കൂടിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആ ബൾബ് കത്തിച്ചോളണം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ KG ശങ്കരപ്പിള്ളയാണ്. KG ശങ്കരപ്പിള്ളയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 25 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അത് KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ളയുടെ ഏതെങ്കിലുമൊക്കെ കൃതികൾ നമ്മളോട് ചോദിക്കാം, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ KG ശങ്കരപ്പിള്ളയുടെ കൃതികളിൽ ഉൾപ്പെടാത്ത കൃതി ചോദിക്കാം. KG ശങ്കരപ്പിള്ള കവി എന്നുള്ളത് ആദ്യം ഓർക്കുക. ഇദ്ദേഹം കവിയാണ്. പ്രധാനപ്പെട്ട കൃതികളാണ്. ഒന്ന് ബംഗാൾ, മറ്റൊന്ന് അയോധ്യ, ആനന്ദൻ, കഷണ്ടി, ഊർമിള, രമണൻ, നന്നങ്ങാടികൾ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ. അല്ലെ, നമ്മളെ ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ. കഷണ്ടിയുള്ള ആനന്ദൻ ഊർമിളയും രമണനെയും കൊണ്ട് ബംഗാൾ വഴി അയോധ്യയിലെത്തി അല്ലെ. അവിടെ നന്നങ്ങാടികളെ കണ്ടപ്പോൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞു അല്ലെ. കഷണ്ടിയുള്ള ആനന്ദൻ ഊർമിളയും രമണനെയും കൊണ്ട് ബംഗാൾ വഴി എവിടെ എത്തി? അയോധ്യയിലെത്തിയിട്ട് നന്നങ്ങാടികൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന് പഠിച്ചു നമ്മള്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ആധുനിക മലയാള കവിതയിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കവിത ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബംഗാൾ. ഒന്നുകൂടി വായിക്കുന്നു. ആധുനിക മലയാള കവിതയിലെ നാഴികക്കല്ല് എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള കവിത ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബംഗാളാണ്. അതൊന്ന് നോക്കി വെച്ചോളുക. ഒപ്പം ഒരു പുരസ്കാരം 2025 ബുക്കർ പുരസ്കാരം ആര് കൊണ്ടുപോയി എന്നുള്ളതാണ്. 2025 ബുക്കർ പുരസ്കാരം നേടിയ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഡേവിഡ് സൊലെ. ഡേവിഡ് സൊലയുടെ ഏത് കൃതിക്ക് കൊടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്ലഷ് എന്ന് പറയുന്ന നോവലിന് കിട്ടിയേ. ഫ്ലഷ് എന്ന് പറയുന്ന നോവൽ. ഡെയിലി നമ്മൾ ഫ്ലഷ് കാണുന്നവരാണ്, പറയുന്നതിന് വേണ്ട. ഓക്കെ, അപ്പൊ ഡേവിഡ് സൊലെ ബ്രിട്ടീഷ് ഹംഗേറിയന്റെ എഴുത്തുകാരൻ കൂടിയാണ് ഡേവിഡ് സൊലെ. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്ലഷ് എന്ന് പറയുന്ന നോവലാണ്. ഇപ്രാവശ്യം 2025 ബുക്കർ പുരസ്കാരത്തിന് നോമിനേഷൻ പോയ ഇന്ത്യൻ എഴുത്തുകാരി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കിരൺ ദേശായിയാണ്. കിരൺ ദേശായിയുടെ ഏത് കൃതിയാണ് നോമിനേഷന് പോയി എന്ന് ചോദിക്കുകയാണെങ്കിൽ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന് പറയുന്ന ഒരു കൃതിയാണ് നോമിനേഷന് പോയത്. കിട്ടിയില്ല, കിട്ടിയത് ഡേവിഡ് സൊലെയ്ക്കാണ്. ഡേവിഡ് സൊലെയുടെ ഏത് കൃതിക്ക് എന്ന് ചോദിച്ചാൽ അത് ഫ്ലഷ് എന്ന് പറയുന്നതാണ്. ഫ്ലഷ് ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നോവൽ വിഭാഗത്തിലാണ്. ബൾബ് കത്തിച്ചോ, അവിടെ കത്തിച്ചോളണം. ഫ്ലഷ് നോവലാണ്. നോക്കി വെച്ചോളണേ. കേരള പുരസ്കാരങ്ങളാണ്. കേരള പുരസ്കാരങ്ങൾ നമുക്കറിയാം. കേരള ജ്യോതിയുണ്ട്, കേരള ശ്രീയുണ്ട്, കേരള പ്രഭയുണ്ട് അല്ലേ. പ്രഭ, ഈ 2 പേർക്ക് പ്രഭാ പുരസ്കാരം. ജ്യോതി ഒരാൾക്ക്, ശ്രീ 5 പേർക്കും കിട്ടി അല്ലേ. അവിടെ ഉറപ്പായിട്ടും ചോദിക്കും. പഠിച്ചു വെച്ചോ. അതിൽ കേരള ജ്യോതി പുരസ്കാരം MR രാഘവ വാര്യറാണ്. MR രാഘവ വാര്യർ വിശദമായി നമ്മൾ ക്ലാസ്സിലൊക്കെ പോയതാണ്. MR രാഘവ വാര്യറെ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് MR രാഘവ വാര്യർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതും നമ്മൾ നോക്കി വെച്ചോളുക. വ്യക്തി MR രാഘവ വാര്യറാണ്. കേരള ജ്യോതി പുരസ്കാരമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കേരള പ്രഭാ പുരസ്കാരം. കേരള പ്രഭാ പുരസ്കാരം 2 പേർക്കാണ്. കേരള പ്രഭാ പുരസ്കാരം 2 പേർക്കാണ്. അതിലൊന്ന് PB അനീഷ്. മേഖല കാർഷികം അല്ലെ. കാർഷികമാണ് മേഖല. സ്വന്തമായിട്ട് നമ്മൾ പഠിച്ചു. സ്വന്തമായിട്ട് പുള്ളിക്കൊരു എന്താ പറയുന്നത്,
കാലാവസ്ഥ ഉപകരണങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് പി ബി അനീഷ് എന്ന് പറയുന്നത്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പി ബി അനീഷ്. മറ്റൊന്ന് കലാമേഖലയിൽ ലഭിച്ചതായിരുന്നു രാജശ്രീ വാര്യർ എന്ന് പറയുന്ന ഭരതനാട്യം നർത്തകി. രാജശ്രീ വാര്യർ കലാമേഖലയിലാണ്. പി ബി അനീഷിനും രാജശ്രീ വാര്യർക്കും കേരള പ്രഭാ പുരസ്കാരം. പിന്നെയുള്ളത് കേരള ശ്രീ പുരസ്കാരമാണ് 5 പേർക്ക്. അതിലൊരു വ്യക്തി ശശികുമാർ, മാധ്യമ പ്രവർത്തനമാണ് ശശികുമാർ അല്ലേ. മറ്റൊന്ന് ഷഹൻ ഹസൻ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി. 2 പേർ വേറെയുണ്ട് അല്ലെ. എം കെ വിമൽ ഗോവിന്ദൻ, IT സ്റ്റാർട്ടപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എം കെ വിമൽ ഗോവിന്ദൻ. ജിലിമോൾ മാരിയറ്റ് തോമസ് അല്ലെ. ജിലിമോൾ മാരിയറ്റ് തോമസ് ഇൻഫ്ലുവൻസർ ആണ്. മുന്നേ PSCക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് കൈകളില്ലാതെ ലൈസൻസ് എടുക്കുന്ന വനിതയും കൂടിയാണ് ജിലിമോൾ മാരിയറ്റ് തോമസ്. ഒക്കെ നോക്കി വെച്ചോളുക. ജിലിമോൾ മാരിയറ്റ് തോമസ്, വിമൽ ഗോവിന്ദൻ, ഷഹൻ ഹസൻ മുസ്ലിയാർ, ശശികുമാർ, നമ്മുടെ സ്വന്തം അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിക്ക് ഏത് മേഖലയിൽ കൊടുത്തു എന്ന് ചോദിക്കാനാണെങ്കിൽ കായിക മേഖലയ്ക്കാണ് അഭിലാഷ് ടോമിക്ക് നൽകിയിരിക്കുന്ന. കായിക മേഖലയ്ക്കാണ് അഭിലാഷ് ടോമി. ഒറ്റയ്ക്കൊരിടത്ത് നിർത്താതെ കടൽ ചുറ്റി ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്രം കുറിച്ച വ്യക്തിയും കൂടിയാണ് അഭിലാഷ് ടോമി. ഗോൾഡൻ ഗ്ലോബ് അല്ലെ, പായ്ക്കപ്പൽ ചുറ്റി വരുന്ന ഒരു ഗെയിംസ് ആണ് ഗോൾഡൻ ഗ്ലോബ്. ഫിനിഷ് ചെയ്യുന്ന ആദ്യ ഏഷ്യക്കാരനും ആദ്യ ഇന്ത്യക്കാരനും ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് നാവികസേനയിൽ പ്രവർത്തിച്ചിരിക്കുന്ന അഭിലാഷ് ടോമി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിനും കൊടുത്തു കേരള ശ്രീ പുരസ്കാരം. അപ്പോൾ കേരള സർക്കാർ നൽകുന്ന കേരള പുരസ്കാരം മൊത്തം എത്ര പേർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ 8 പേർക്കാണ്. മൊത്തം 8 പേർക്ക്. കേരള ജ്യോതി ഒരാൾക്ക്, കേരള പ്രഭ 2 പേർക്ക്, 5 പേർക്ക് എന്ത് നൽകി? കേരള ശ്രീ നൽകി. അത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. പിന്നെ ഒരു നിയമനമൊക്കെ ചോദിക്കണമെങ്കിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിയമനമല്ല. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ രാജ്കുമാർ ഗോയലാണ്. രാജ്കുമാർ ഗോയൽ. പക്ഷെ ഇതേക്കാൾ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി അങ്ങനെ ഒരു ചോദ്യം കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോ ടെൻഷൻ. നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് PR രമേശ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് PR രമേശ് ആണ്. നോക്കി വെച്ചോളുക, എഴുതി വെച്ചോളുക, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് PR രമേശ് ആണ്. PR രമേശ് ആദ്യമായിട്ടാണ് ഒരു മലയാളി ഇതിലെത്തുന്നു, അംഗമായ മലയാളി. എന്നാൽ ആരാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ രാജ്കുമാർ ഗോയൽ. 2 മാറല്ലേ, രാജ്കുമാർ ഗോയൽ മാറരുത്, PR രമേശ് മാറരുത്. മുന്നോട്ട് പോകുന്നേ. ഇത്തിരി മൊത്തത്തിലൊരു എന്താ പറയുന്ന ചർച്ചാ വിഷയങ്ങളും ഇടയിൽ കൂടിയൊക്കെ അറിഞ്ഞൊരു കാര്യം കൂടിയായിരുന്നല്ലേ. റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അല്ലെ. ഇന്ത്യയിലൊരു സംസ്ഥാനത്തിന്റെ വന്യജീവി സങ്കേതത്തിനകത്തുകൂടെ ഒരു റോഡ് പോയിരിക്കുന്നു. ആ റോഡിനൊരു പ്രത്യേകത ഈ കാണുന്നത് പോലെ നമുക്ക് ടേബിൾ ടോപ്പ് മാർക്കിംഗ് കൊടുത്തിരിക്കുന്നു. വീരങ്കന ദുർഗാവതി ടൈഗർ റിസർവിനകത്തൂടിയാണ് ഈ റോഡ് പോയി എന്നുള്ളതായിരുന്നു. ഏത് സംസ്ഥാനത്ത് നടപ്പിലാക്കിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. വീരങ്കന ദുർഗാവതി ടൈഗർ റിസർവിനകത്തൂടിയാണ് ഇത് പോയിരിക്കുന്നത്. ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ NH45 ബന്ധിപ്പിച്ചു പോകുന്നു. NH45 ബന്ധിപ്പിക്കുന്നത് ഭോപ്പാൽ ടു ജബൽപൂരാണ്. വീരങ്കന ദുർഗാവതി നാഷണൽ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്ത് ചോദിക്കുകയാണെങ്കിൽ അത് മധ്യപ്രദേശിലാണ്. റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ നാഷണൽ ടൈഗർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ അത് വീരങ്കന ദുർഗാവതിയാണ്. ഒക്കെ ഒന്ന് നോക്കി വെച്ചോളുക. അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
തൊഴിലുറപ്പ് പദ്ധതി ഇനി മുതൽ അറിയപ്പെടുന്ന പേര് അല്ലേ? ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിൽ നിങ്ങൾ റിവൈസ് ചെയ്ത് ഒന്നിൽ ഇതുണ്ടായിരിക്കും. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ അല്ലേ? ശിവരാജ് സിംഗ് ചൗഹാനാണത് പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചു. 100 ദിവസം എന്നുള്ള തൊഴിൽ ദിവസങ്ങൾ എത്ര ദിവസമാക്കി കൊടുത്തു നമ്മൾ? 125 ദിവസം. 25 ദിവസം കൂട്ടി എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബിൽ ആര് അവതരിപ്പിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ശിവരാജ് സിംഗ് ആണ് അവതരിപ്പിച്ചത്. ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി എന്ന് അവതരിപ്പിച്ചു. 2025 ഡിസംബർ 16 അവതരിപ്പിച്ചു. ലോക്സഭ പാസാക്കുന്നു. ഡിസംബർ 18 ലോക്സഭ പാസാക്കി. രാജ്യസഭ 2025 ഡിസംബർ 19 രാജ്യസഭ പാസാക്കി. എന്ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 ഡിസംബർ 21. സിമ്പിളായിട്ട് അത് നമ്മൾ പഠിച്ചു. 2025 ഡിസംബർ എന്ന് പറയുന്നത് 12ാമത്തെ മാസമാണ്. എത്രാമത്തെ തീയതി എന്ന് ചോദിക്കുകയാണെങ്കിൽ 12നെ തിരിച്ചിട്ടാ മതി. 21 കിട്ടി. രാഷ്ട്രപതി ഒപ്പുവെച്ചു. 100 ദിവസം എന്നുള്ളത് എത്ര ദിവസം കൂട്ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ 25 ദിവസം കൂട്ടി. തൊഴിലുറപ്പ് പദ്ധതി അല്ലേ? അപ്പോ നിലവിൽ എത്രയാക്കി? 125 ദിവസമാക്കി. സംസ്ഥാന വിഹിതങ്ങൾക്കെല്ലാം അവിടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. 60:40 എന്നുള്ള റേഷ്യയിലാണ് നൽകിയിരുന്നു എങ്കിൽ ഇപ്പോൾ 90:10 എന്ന റേഷ്യയിൽ പോകുന്നു അല്ലേ? 90% സംസ്ഥാനം, 10% കേന്ദ്രം, അങ്ങനെ പോകുന്നു. അതൊക്കെയാണ് നമ്മളോട് ചോദിക്കുക. 100 ദിവസത്തെ തൊഴിൽ 125 ആക്കി. സംസ്ഥാനങ്ങൾക്ക് 10% വീതിച്ചിരുന്നത് 40% ആക്കി അല്ലേ? അയ്യോ, നേരത്തെ ഇങ്ങനെ 90:10 ആയിരുന്നു. ഇപ്പൊ 60:40 ആക്കി. ശരിയാണ് അല്ലേ? നേരത്തെ 90% കേന്ദ്രം, 10% സംസ്ഥാനം. ഇപ്പോ 60% സംസ്ഥാനം, 40% അല്ലേ? 10% ഒന്നുകൂടി. നേരത്തെ 90:10 ആയിരുന്നു. ഇപ്പോൾ 60:40 അല്ലേ? 60% കേന്ദ്രം, 40% സംസ്ഥാനം. യെസ്, കത്തി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരാഖണ്ഡിലും ജാർഖണ്ഡിലും 90% എന്ത് ചെയ്തു? നിലനിർത്തി എന്നുള്ളതാണ്. പിന്നെ 15 ദിവസങ്ങൾക്കകം തൊഴിൽ നൽകാനായില്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് തൊഴിലില്ലായ്മ വേതനം സംസ്ഥാന സർക്കാർ നൽകണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അല്ലെ? പിന്നെ ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് ഒരു പുരസ്കാരമാണ്. 2025 ഇസ്രയേൽ സമാധാന പുരസ്കാരം നേടിയതാരെന്ന് ചോദിക്കണമെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ആണ്. ഇസ്രയേൽ സമാധാന പുരസ്കാരം നേടിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. അതേ ട്രംപേട്ടന് ഫിഫയുടെ പ്രഥമ എന്ത് ചെയ്യുന്നു? സമാധാന പുരസ്കാരം കൊടുത്തു. അതൊന്ന് നോക്കി വെച്ചുകൊള്ളുക. ഫിഫ പ്രഥമ സമാധാന പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡൊണാൾഡ് ട്രംപ് ആണ്. ഫിഫ പ്രഥമ സമാധാന പുരസ്കാരം ഡൊണാൾഡ് ട്രംപ് ആണ് അല്ലെ? ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ജിയാനി ഇൻഫാന്റിനോ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ്. ദാറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കി വെച്ചോളുക. പിന്നെയുള്ള ഒരു കാര്യങ്ങൾ 2026 ISROയുടെ ആദ്യ വിക്ഷേപണം ഏത് എന്നുള്ളതാണ്. വിക്ഷേപണം പരാജയപ്പെട്ടു. 2026 ജനുവരി മാസം 12-ാം തീയതി 2026 ISROയുടെ ആദ്യ വിക്ഷേപണമായിരുന്നു PSLV C-62 അല്ലെ? വിക്ഷേപണം പരാജയപ്പെടുന്നു. PSLVയുടെ 64ാമത്തെ വിക്ഷേപണമായിരുന്നു PSLV C-62 2026 ജനുവരി 12-ന്. ഇതൊന്നും നോക്കിയിട്ട് പോ. PSLV C-62 നോക്കിയിട്ട് പോണേ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നോക്കുക തന്നെ വേണം. വാ, ഒരു ദിനം എടുത്ത് വെച്ച് ചോദിക്കുകയാണെങ്കിൽ ജനുവരി 4 ചോദിക്കാം.
ഈ ജാനുവരിയിലുള്ളത് ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. 2 ആഴ്ച മുമ്പേ നടന്നു വരെ PSC എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നു. പിന്നെയാണോ ഇതായി 7-ാം തീയതി 1 മാസം മുമ്പുള്ള കാര്യം. സംസ്ഥാന രജിസ്ട്രേഷൻ ദിനം എന്നാണ് ഇവിടുത്തെ ചോദ്യം. ജാനുവരി 4. എന്തുകൊണ്ടാണ് സംസ്ഥാന രജിസ്ട്രേഷൻ ദിനം ജാനുവരി 4? ആദ്യമായിട്ടാണ് കേരള സർക്കാർ ജാനുവരി 4 സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത്. 1867 ജാനുവരി 4 കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിൽ സംസ്ഥാനത്തെ ആദ്യ രജിസ്ട്രേഷൻ നടന്നു. അതിന്റെ സ്മരണാർത്ഥം എന്ത് ചെയ്യുന്നു? ജാനുവരി 4 സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഡേറ്റ് നാവികസേനാ ദിനം ഡിസംബർ 4 പ്രത്യേകത. ഇപ്രാവശ്യത്തെ നാവികസേനാ ദിനത്തിന് വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരം ജില്ലയാണേ. ശംഖുമുഖം. മുഖ്യ അതിഥി നമുക്കറിയാം, രാഷ്ട്രപതി ആയിരിക്കുന്ന ദ്രൗപതി മുർമു അല്ലെ? മുഖ്യ അതിഥി രാഷ്ട്രപതി ദ്രൗപതി മുർമു. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ചോദിക്കാം. അപ്പൊ രജിസ്ട്രേഷൻ ദിനം എന്ന ജാനുവരി 4 കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നു. സംസ്ഥാന സർക്കാർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ ദിനം ആചരിച്ചു തുടങ്ങുന്നു. ജാനുവരി 4 മുതൽ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനം. യെസ്, ഒരു ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടുന്നതിനായി 2026 ജാനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ സൈനിക നടപടി അല്ലെ? വെനസ്വലൻ പ്രസിഡന്റ് ആയിരിക്കുന്ന നിക്കോളാസ് മഡൂറോയുടെ കരാക്കാസിൽ, വെനസ്വലയുടെ തലസ്ഥാനമാണ് കരാക്കാസിൽ പോയിട്ട് ട്രംപ് ഏട്ടന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ തൂക്കിക്കൊണ്ടുവന്നു. ആ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്നുള്ളതാണ്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. അതേപോലെ ഒരു ഓപ്പറേഷൻ നമ്മൾ നോക്കി വെച്ചേക്കേണ്ട ഒരു ഓപ്പറേഷൻ ശ്രീലങ്കയില് ഇന്ത്യ അല്ലേ, ഒരു പ്രധാനപ്പെട്ട ഒരു ചുഴലിക്കാറ്റ് അവിടെ ആഞ്ഞടിച്ചു. ദിത്വ എന്ന് പറയുന്ന ചുഴലിക്കാറ്റാണ്. ദിത്വ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച ശ്രീലങ്കയെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സാഗർ ബന്ധുവാണ്. അതും നോക്കി വെച്ചിരുന്നു കേട്ടോ. ഓപ്പറേഷൻ സാഗർ ബന്ധു, അതും കൂടി നോട്ട് ചെയ്ത് വെച്ചോ, ചോദിക്കും. അതും കൂടി എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓപ്പറേഷൻ ഇത് അബ്സല്യൂട്ട് റിസോൾവ്. ഒരു 3 പ്രധാനപ്പെട്ട പേരുമാറ്റങ്ങളൊക്കെ സംഭവിച്ചു, നമ്മൾ അറിഞ്ഞു എന്നുള്ളതായിരുന്നു. ഗവർണറുടെ ഔദ്യോഗിക വസതിയായിരിക്കുന്ന രാജ്ഭവൻ ഇതിന് മുതൽ അറിയപ്പെടുന്ന പേര് ഏത് പേരിലെന്നാണ് അല്ലെ? ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ. ഇനി മുതൽ അറിയപ്പെടുന്ന പേര് ചോദിക്കണമെങ്കിൽ ഏതാണ്? ലോക് ഭവൻ. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് മാറ്റി സേവാ തീർത്ത് എന്നാക്കി. ലഫ്റ്റനന്റ് ഗവർണറുടെ ഔദ്യോഗിക വസതി ലോക് നിവാസി എന്നാക്കി അല്ലേ? സിമ്പിളായിട്ട് ഇത് പഠിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു. വീട്ടിൽ നമുക്ക് 3 റൂമുകൾ ഉണ്ടായിരിക്കും അല്ലേ? 3 റൂമുകൾ. നമ്മുടെ റൂം അല്ല, അച്ഛൻ്റെ അമ്മയുടെ അനിയൻ സഹോദരൻ, അല്ലെങ്കിൽ നമ്മുടെ ആലോചനാ അടുക്കളയിൽ. ആ റൂമിന്റെ എല്ലാ മുകളിൽ അല്ലേ ലോക് ഭവൻ എന്നും, ഒന്നിന്റെ മുകളിൽ ലോക് ഭവൻ, മറ്റൊന്ന് സേവാ തീർത്ത്, മറ്റൊന്ന് ലോക് നിവാസ്, ഇങ്ങനെ എഴുതിയിടാൻ വെച്ചു പറഞ്ഞു. എന്നിട്ട് ആ റൂമിൽ കയറുമ്പോൾ ഒന്ന് പ്രവേശിക്കുക. ഇത് ഗവർണറുടെ വസതിയാണ്. സേവാ തീർത്ത് പ്രധാനമന്ത്രിയുടെ വസതിയാണ്. ലോക് നിവാസ് ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയാണ് എന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചോളുക. അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. കൂടുതലൊന്നും ഞാൻ പറഞ്ഞ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്, മേ ബി നമ്മളോട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഒന്നുകൂടി നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മല്ലയ്യ. താങ്ക് യു.